ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 21 വാക്യം നമുക്ക് വായിക്കാം. 39:21. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന് കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. യോസേഫിന് കൃപ നൽകി. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സൗജന്യ ദാനം. കൃപ നാം അർഹിക്കുന്ന ദാനമല്ല, നമുക്കതിന് യോഗ്യത ഉണ്ടായിട്ട് കിട്ടുന്നതല്ല. ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമാണ് കൃപ. നാം എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നതല്ല, ചെയ്തിട്ട് കിട്ടുന്നത് പ്രതിഫലമാണ്. പ്രതിഫലമല്ല, ദൈവം സൗജന്യമായി തരുന്ന അളവറ്റ ദാനം, സൗജന്യദാനം, അതാണ് കൃപ. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേകർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച കാര്യം നാം വായിക്കുന്നുണ്ട്. കന്യമാതാവിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തു ആ ഉദരത്തിൽ ഉരുവാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് നിന്നോടുകൂടെയുണ്ട്. കൃപ ലഭിച്ചു. യേശുക്രിസ്തു ജീവിതത്തിൽ വരുന്നത് കൃപയാണ്. യേശുക്രിസ്തുവിനോട് ഒരു സ്നേഹം ലഭിക്കുന്നത് കൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ വചനത്തോട് ഒരാകർഷണം ലഭിക്കുന്നത് കൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം ദാഹത്തോടെ കേൾക്കാൻ ഇടയാകുന്നത് ഒരു കൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവകൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ, ക്രിസ്തു ഉള്ളത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപ നാം അനുഭവിക്കണം. ക്രിസ്തു ഉള്ളത്തിൽ വരുന്നത് അക്ഷരികമായും വ്യക്തമായും നമുക്ക് അനുഭവിക്കാവുന്നൊരു കാര്യമാണത്. ക്രിസ്തു അകത്തേക്ക് വരുന്നത്, ഇരുളടഞ്ഞ മുറിയിലേക്ക് വെളിച്ചം വരുന്നത് പോലെ, അന്ധകാരാവൃതമായ അന്തരീക്ഷത്തിൽ വെളിച്ചം വിതറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരുന്നു. എന്തൊരനുഭവമാണത്! ഉള്ളത്തിൻ്റെ ദുഃഖങ്ങൾ മാറുന്നു, നിരാശ മാറുന്നു, ആകുലങ്ങൾ മാറുന്നു, സങ്കടങ്ങൾ മാറുന്നു, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുന്നു, പൊറുതി കിട്ടുന്നു, മുന്നോട്ട് ഗതി തെളിഞ്ഞു കിട്ടുന്നു. ജീവിതത്തിൽ മുന്നേറ്റമില്ലാത്ത ആളുകളുണ്ട്, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ട്, എങ്ങനെ മുന്നോട്ട് ജീവിക്കേണ്ടതെന്നറിയാതെ വലയുന്ന ആളുകളുണ്ട്. അനേകം വിഘ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്ന് മനസ്സ് തകർന്നും തളർന്നും ഇരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കൃപ ലഭിക്കുമ്പോൾ, ക്രിസ്തു അകത്ത് വരുമ്പോൾ എല്ലാറ്റിനും ഒരു നീക്കുപോക്ക് കിട്ടുന്നു, ഒരു പോക്കുവഴി കിട്ടുന്നു. കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തുന്നു. കന്യമാതാവിന് ദൈവത്തിന് കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. വരാനിരിക്കുന്ന കാര്യം ദൈവം മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു. വരാനിരിക്കുന്ന കാര്യം, സംഭവിക്കാൻ പോകുന്ന കാര്യം, വരാൻ പോകുന്ന പ്രളയത്തിൻ്റെ കാര്യം, ഭൂമി മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലാകുമെന്നുള്ള കാര്യം, വലിയൊരു ജലപ്രളയം ഉണ്ടാകുമെന്നുള്ള കാര്യം നോഹയ്ക്ക് ദൈവം വചനം കൊടുത്തു. വചനം ലഭിക്കുന്ന കൃപയാണ്. വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള പ്രവചനാത്മകമായ വചനം ലഭിക്കുന്നത് ദൈവകൃപയാണ്. സംഭവിക്കാൻ പോകുന്ന ആ വലിയ വിനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. പ്രളയം വരും, പക്ഷേ പ്രളയത്തിൽ രക്ഷപ്പെടാനുള്ളതായ പെട്ടകം ഉണ്ടാക്കുക എന്നുള്ള വചനം ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദാവീദിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ടാണ് ദാവീദ് രാജസ്ഥാനത്തെത്തിയത്. ആടുകളെ നോക്കി മലഞ്ചെരുവിൽ കൂടി നടന്ന് ദാവീദ് കൊട്ടാരത്തിലെത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ദാവീദ് ആടുകളുടെ പിന്നാലെ വടിയും ചോദിച്ച് നടന്ന ദാവീദ് രാജകീയ ചെങ്കോൽ വഹിക്കാനിടയായത് ദൈവത്തിൻ്റെ കൃപയാണ്. ആട്ടിൻതൊഴുത്തിൽ ജീവിച്ച ദാവീദ് രാജകൊട്ടാരത്തിൽ ജീവിക്കാനിടയായത് ദൈവത്തിൻ്റെ കൃപയാണ്. ദാവീദിനെ ദൈവത്തിന് കൃപ ലഭിച്ചു. മാത്രമല്ല, ജീവിതത്തിൽ ദാവീദിന് പാപം വന്നപ്പോൾ പാപബോധം ലഭിച്ചതും പാപക്ഷമ ലഭിച്ചതും ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്കുകൊണ്ട് പാപങ്ങൾ, നമുക്കുകൊണ്ട് ബലഹീനതകൾ, നമുക്കുകൊണ്ട് വീഴ്ചകൾ. എന്നാൽ വീഴ്ചകളെക്കുറിച്ചുള്ള ബോധമുണ്ടാകുക അതൊരു മഹാഭാഗ്യമാണ്. ഞാൻ അപകടകരമായ നിലയിൽ വീണിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനിടയാകുന്നത് ദൈവകൃപയാണ്. എൻ്റെ ജീവിതത്തിൽ പാപം വന്നല്ലോ എന്ന് ഗ്രഹിക്കാനിടയാകുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. പാപബോധം ഉണ്ടാകുന്ന ദൈവത്തിന് കൃപയാണ്. ദാവീദിന് പാപബോധം ഉണ്ടായി. ദാവീദിന് സ്വയം പാപബോധം ഉണ്ടാകാതിരുന്നപ്പോൾ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ പ്രവാചകനെ അയച്ചു. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ദാവീദിനെ കുറ്റബോധം ഉണ്ടാകത്തക്കവണ്ണം
ദൈവവചനം ദാവീദിന് കൊടുത്തു. വചനം കിട്ടി, കുറ്റബോധം കിട്ടി, ദാവീദിൻ്റെ ഹൃദയം തകർന്നു, ദാവീദ് എളിമപ്പെട്ടു, ദാവീദ് അനുതപിച്ചു. എല്ലാം ദൈവകൃപയാണ്. ഒരു അനുതാപം കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപയാണ്, പാപബോധം കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നാം വായിക്കുന്നത് യൗസേപ്പിൻ്റെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ്. അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനാണ് യൗസേപ്പ്. യൗസേപ്പ് വേദപുസ്തകത്തിലെ തിളങ്ങുന്നൊരു കഥാപാത്രമാണ്, ജ്വലിക്കുന്നൊരു കഥാപാത്രമാണ്. വളരെ ശ്രദ്ധേയമായ അനേകം ആശയങ്ങളും അനുഗ്രഹകരമായ വചസ്സുകളും യൗസേപ്പിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. എന്നാൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കും ഒരു യൗവനക്കാരൻ്റെ വളർച്ച. വിശുദ്ധിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ കരുത്തോടെ നിന്ന ഒരു യൗവനക്കാരൻ്റെ വളർച്ച, ജീവിതത്തിൽ കറവറ്റുകയില്ലെന്നുള്ള നിർബന്ധത്തോടെ നിന്ന ഒരു യുവാവിൻ്റെ വളർച്ച, ഒരു കാരണവശാലും അശുദ്ധി എന്നെ സ്പർശിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ കനത്ത ശക്തിയോടെ നിന്ന് ഒരു യുവാവിൻ്റെ വളർച്ച. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിൻ്റെ വളർച്ച അത്ഭുതാവഹമായിരുന്നു. നമുക്കും വളരാം, നമുക്കും ഉയരാം. ഒരു തീരുമാനം മതി, വ്യക്തമായൊരു തീരുമാനം, ദൈവസന്നിധിയിലെടുക്കുന്ന ഒരു തീരുമാനം. ഒരു കാരണവശാലും അശുദ്ധി എന്നെ സ്പർശിക്കുകയില്ല. അത് അവനവനെടുക്കാവുന്ന തീരുമാനമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നെടുക്കുന്ന തീരുമാനം അത് നമ്മുടെ ജീവിതത്തെ ആകമാനം സ്പർശിക്കുകയും ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് യൗസേപ്പ് വളർന്നതിൻ്റെ പിന്നിൽ ഈ ഒരു തീരുമാനമായിരുന്നു കാരണം. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വളരാൻ തീരുമാനം ഉണ്ടാകണം. കനത്ത തീരുമാനം, ഉറപ്പേറിയ തീരുമാനം, ആർഡൻ ഡിസിഷൻ. എന്താണ് യൗസേപ്പിൻ്റെ തീരുമാനം? യൗസേപ്പിൻ്റെ തീരുമാനം ഒരു കാരണവശാലും തെറ്റ് പറ്റുകയില്ലെന്നുള്ളതായിരുന്നു. യൗസേപ്പിൻ്റെ ജീവിതം ഒരു നല്ല മാതൃകയായ നല്ലൊരു പാഠമാണ് വാസ്തവത്തിൽ. ആ ജീവിതത്തിൻ്റെ പാഠം നാം ഉൾക്കൊള്ളുമ്പോൾ നമുക്കും ഇതാകരുതോ എന്ന് തോന്നിപ്പോകും. ഇങ്ങനൊരു ജീവിതം എനിക്കും ആകരുതോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നിങ്ങൾ വേദപുസ്തകം വായിച്ച് യൗസേപ്പിൻ്റെ ചരിത്രം വായിച്ച് നിങ്ങൾ ആവേശം കൊള്ളണം. യൗസേപ്പിൻ്റെ ജീവിതം വായിച്ച് നിങ്ങൾ അതിശയിച്ച് നോക്കി നിൽക്കണം. കർത്താവേ, എനിക്കും ആകരുതോ വിശുദ്ധിയുടെ ഈ ദീപശക കയ്യിലെന്തുന്ന മഹാഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധി കൈമുതലാക്കുന്ന മഹാഭാഗ്യം, കറവറ്റാത്ത ജീവിതത്തിൻ്റെ സൗഭാഗ്യം, അശുദ്ധി ഏശാത്ത ജീവിതത്തിൻ്റെ സൗഭാഗ്യം. കർത്താവേ, എനിക്കും അതാകരുതോ. ഇതൊരു വെല്ലുവിളിയായിട്ട് നാം എടുക്കേണ്ടതാണ്, ഒരു വെല്ലുവിളിയായിട്ട്. ഒരു പക്ഷേ ഇത്രയും കാലം നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം, ഇത്രയും കാലം നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടാകാം, അല്ല വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ശരി, എന്നാൽ ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം, സാധിക്കും. എന്താണ് തീരുമാനം എടുക്കേണ്ടത്? ഒരു കാരണവശാലും ഒരു കറയും എന്നെ സ്പർശിക്കുകയില്ല. സാധാരണഗതിയിൽ മനുഷ്യനെ സ്പർശിക്കുന്ന ഏറ്റവും ഭീകരമായ കറ, ഒന്ന് ലൈംഗികമായ ആസക്തിയുടെ കറ, അശുദ്ധി. രണ്ട്, പണത്തിൻ്റെ കറ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ ഉലകിൽ സുലഭം എന്ന് നമ്പ്യാർ പാടിയിട്ടുണ്ട്, കുഞ്ഞു നമ്പ്യാർ. അത് വളരെ അർത്ഥവത്താണ്. സ്വർണം, കനകം പണത്തെ കാണിക്കുന്നു. പണം, ദ്രവ്യം, ദ്രവ്യാഗ്രഹം മൂലവും ലൈംഗിക ആസക്തി മൂലവും മനുഷ്യൻ നശിക്കുന്നു. പല വിധത്തിലുള്ളതായി കെടുതികൾ വരുന്നു. ഇത് ഈ രണ്ട് കാര്യങ്ങളിൽ കറ പറ്റാതെ നിൽക്കാൻ പറ്റിയാൽ, ബാല്യം മുതൽ അങ്ങനെ ജീവിക്കാൻ പറ്റിയാൽ, അത് ഭാഗ്യവശാൽ അതൊരു കൃപയാണ്, അതൊരു മഹാഭാഗ്യമാണ്. ദൈവം തരുന്ന ദാനമാണ്. ദാനം എല്ലാവർക്കും തരുന്നുണ്ട്, പക്ഷേ കൈനീട്ടി വാങ്ങണമെന്ന് മാത്രം. ദാനം കർത്താവ് തരുന്നുണ്ട്. കർത്താവ് തൻ്റെ അനുഗ്രഹീത കരങ്ങളിൽ ദാനം എടുത്ത് നമ്മുടെ നേരെ നീട്ടി തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൈകൾ ഉയർത്തി, നമ്മുടെ ഈ അശുദ്ധമായ കൈകൾ ഉയർത്തി കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ നിന്ന് അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാം. നമുക്ക് ചോദിച്ചു വാങ്ങാം, നമുക്ക് അപേക്ഷിച്ച് വാങ്ങാം. യൗസേപ്പ് അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് വന്നു. യൗസേപ്പ്, യാക്കോബിൻ്റെ മകനായ യൗസേപ്പ്, യാക്കോബിൻ്റെ 12 മക്കളിൽ വളരെ വ്യത്യസ്തനായ ഒരു ബാല്യക്കാരനായിരുന്നു. വളരെ വ്യത്യസ്തത പുലർത്തുന്നവൻ, ഒരു വ്യത്യസ്തത പുലർത്തുന്നതായി നിൽക്കണം. വ്യത്യസ്തത പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം, മറ്റുള്ളവരിൽ നിന്ന് ഒരു മാറ്റം, സംതിങ് സ്പെഷ്യൽ, എന്തോ ഒന്ന് പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. മറ്റുള്ളവരിൽ നിന്ന്. ക്ലാസ്സിലെ കുട്ടികൾ പലരും ഉഴപ്പുന്നു, ചീത്ത വാക്കുകൾ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ സമയം, വിലപ്പെട്ട സമയം ഉഴപ്പിക്കളയുന്നു, അവർ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ റാഗ് ചെയ്യുന്നു. അങ്ങനെ പാവപ്പെട്ട ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഏങ്ങടിച്ച് കരയാനിടയാക്കുന്നു, അവന് നാശം വരുന്നു. ഇതൊന്നും ഒരു പേടിയുമില്ലാതെ നടക്കുന്ന, റാഗ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയും ശാപം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന കുട്ടികൾ ഉണ്ട്. അങ്ങനെയുള്ള അനേകരുണ്ട് ഹോസ്റ്റലുകളിൽ. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അടിമകളായി പോകുന്ന ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമായവരും. മദ്യം
അനേകരെ ഇന്ന് ബന്ധിക്കുകയാണ്. മദ്യപിശാച് എന്ന് പറയാം. മദ്യപിശാച് അനേകരെ ഇന്ന് ആ ദൂഷിത വലയത്തിൽപ്പെടുത്തി നട്ടം തിരിക്കുകയാണ്. മനുഷ്യൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ അറിയുന്നില്ല, സുബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. എത്രയോ നല്ല ഓജസ്സുള്ള യുവാക്കന്മാരാണ് യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നശിച്ചു പോകുന്നത്. നല്ല കരുത്തരായ യുവാക്കന്മാർ, നല്ല ഭാവിയുള്ള ചെറുപ്പക്കാർ മദ്യമോ മയക്കുമരുന്നോ അവരെ പിടികൂടി അവർ നശിക്കുന്നത് ധാരാളം നമുക്ക് കാണാം. ഒട്ടേറെ ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമായവരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, മദ്യത്തിൻ്റെ ഭീകരമായ വിപത്ത്. മദ്യം മൂലം അനേക ജീവിതങ്ങൾ മുടിയുന്നു, ജീവിതങ്ങൾ തകരുന്നു. മദ്യത്തിന് വേണ്ടി പൈസ ചെലവഴിക്കുന്നു, മദ്യത്തിന് വേണ്ടി ശരീരത്തിൻ്റെ ആരോഗ്യം ചെലവഴിക്കുന്നു, മദ്യത്തിന് വേണ്ടി സൽപ്പേര് കളയുന്നു, ആഭിജാത്യം കളയുന്നു, തറവാടിത്തം മുടിയുന്നു. ആഭിജാത്യവും തറവാടിത്തവും മാത്രമല്ല, ജീവിതത്തിൽ നേടാൻ പോകുന്ന ഭാവിയുടെ മോഹനമായ ആ അനുഗ്രഹീതമായ അനുഭവങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ഭാവിയുടെ മോഹന വാഗ്ദാനങ്ങൾ തകർന്നു പോകുന്നു, കൂമ്പടഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇല്ലേ, അനേക ജീവിതങ്ങൾ വളരെ നല്ല ഉയർന്ന തലങ്ങളിൽ എത്തേണ്ടവരാണ്, വളരെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തേണ്ടവരാണ്. പക്ഷേ ആ യൗവനത്തിൻ്റെ ആരംഭത്തിലെല്ലാം കരിഞ്ഞുണങ്ങിപ്പോകുന്നു. നല്ല തളിർത്തുലഞ്ഞു വളർന്നു വന്നതായ ജീവിതങ്ങൾ അത് മധ്യപ്രായത്തിൽ അത് കരിഞ്ഞു പോകുന്നു, കൂമ്പടഞ്ഞു പോകുന്നു. എന്തുകൊണ്ട്? മദ്യം അവർ വിഴുങ്ങിക്കളയുന്നു, മദ്യപിശാച് അവരെ വിഴുങ്ങിക്കളയുന്നു. ഇല്ലേ, അനേകം ജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്, അനേക ജീവിതങ്ങൾ നിരാശയിൽ ആണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനേകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മദ്യവും അതുമാത്രമല്ല, യൗവനത്തിൻ്റെ പ്രസരിപ്പ് അശുദ്ധിയിലേക്ക് നയിക്കുന്നു. യൗവനത്തിൻ്റെ ഓജസ്, യൗവന വീര്യം അശുദ്ധിയിലേക്ക്, വ്യഭിചാര ആസക്തിയിലേക്ക്, ലൈംഗിക മോഹങ്ങളിലേക്ക്, ലൈംഗിക ആസക്തികളിലേക്ക് അനേകർ നയിച്ചുകൊണ്ട് പോകുന്നു. അനേകർ കൂമ്പടഞ്ഞു പോകുന്നു, അവരുടെ ജീവിതം നശിച്ചു പോകുന്നു. ഇതെല്ലാം നാം ചുറ്റുപാടും കാണുന്നതല്ലേ. എത്രയെത്ര ഉയർന്ന തലങ്ങളിൽ എത്തേണ്ടവരാണ് നല്ല ബുദ്ധിയുള്ള യുവാക്കന്മാർ, യുവതികൾ, നല്ല ഓജസ്സിട്ട നല്ല അനുഗ്രഹീതമായ ശോഭനമായ ഭാവി നേടിയെടുക്കേണ്ടവർ, അതിഭാസുരമായ ഭാവിയിലേക്ക് കുതിച്ച് കയറേണ്ടവർ, അവരാണ് നശിക്കുന്നത്. ഇന്ന് നല്ലൊരു ഭാവി അവർക്ക് ലഭിക്കുമായിരുന്നു, എത്ര ശുഭകരമായ ഒരു ഭാവിയിലേക്ക് അവർക്ക് നടന്ന് കയറാമായിരുന്നു. എല്ലാം തകർത്ത് കളഞ്ഞവർ. പ്രിയപ്പെട്ടവരെ, യൗസേപ്പിൻ്റെ ജീവിതത്തിൽ യൗസേപ്പിന് കറപറ്റരുത് എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ദ്രവ്യാഗ്രഹത്തിന് കറപറ്റരുത് എന്നുള്ള നിർബന്ധം അത് നമുക്ക് ആവശ്യമാണ്. ദ്രവ്യാഗ്രഹം, പണം ഇന്ന് മനുഷ്യനെ മയക്കിക്കൊണ്ടിരിക്കുന്നു. പണം നേടണമെന്നുള്ളതായ വാഞ്ച കൊണ്ട് അനേക അകൃത്യങ്ങൾ വരുന്നു. നേടിയതും പോരാ എന്നുള്ള ആർത്തി കൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പണം ഒരു ദിവസം ഞാൻ ഇട്ടിട്ട് പോകേണ്ടതാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നാം പണത്തിൻ്റെ പിറകെ പായുകയില്ല. ഇത് എല്ലാം വിട്ടിട്ട് ഒരു ദിവസം ഞാൻ കണ്ണടയും, ഒന്നും എനിക്ക് അക്കരെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കുമെങ്കിൽ പിന്നെ നാം ഈ പണത്തിൻ്റെ അടിമയായി പോവുകയില്ല. എല്ലാം ജീവിതത്തിന് ആവശ്യമാണ്, പണം ആവശ്യമാണ്. പണം സമ്പാദിക്കണം, ശരി. നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കണം, തീർച്ചയായിട്ടും വേണം. അതിന് വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം, നാം പഠിക്കണം, ശരി. വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാം വേണം. നമുക്ക് ഉപജീവനത്തിന് പണം ആവശ്യമാണ്. പക്ഷേ പണം നമ്മുടെ യജമാനാകാൻ പാടില്ല, പണം നമ്മെ അടിമയാക്കാൻ പാടില്ല. നാം പണത്തിൻ്റെ അടിമയാകാൻ പാടില്ല. പണത്തിന് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ജീവിതം, പൈസയ്ക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ജീവിതം. നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് അധ്വാനിക്കാം, നമുക്ക് പൈസ ഉണ്ടാക്കാം, തെറ്റില്ല. അത് എത്രയോ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്, എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമ്മിൽ പലരും പണത്തിൻ്റെ അടിമകളായി പോകുന്നു. പണം നമ്മെ കീഴടക്കി കളയുന്നു. പണത്തിന് വേണ്ടിയുള്ളതായ ത്വര, പണത്തിന് വേണ്ടിയുള്ളതായ ആഗ്രഹം നമ്മെ അശുദ്ധിയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാസുരത നഷ്ടപ്പെടുത്തുന്നു, ജീവിതത്തിൻ്റെ ഭാവിയെ കളഞ്ഞു കുളിക്കുന്നു, ജീവിതം തകർന്നു പോകാൻ ഇടയാക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു തെറ്റുകളും യൗവനക്കാരനായ യൗസേപ്പിനെ ബാധിച്ചില്ല. എത്ര ശ്രേഷ്ഠമായ ജീവിതം, എന്തൊരു ധന്യമായ ജീവിതം. യൗസേപ്പിൻ്റെ ജീവിതം കണ്ട് നാം ആവേശം കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു ചലഞ്ചായിട്ട് നാം ഏറ്റെടുക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം തെറ്റുകൾ സംഭവിച്ചുവെങ്കിലും, ഇത്രയും കാലം പോരായ്മകൾ പലതും വന്നുവെങ്കിലും, വീഴ്ചകൾ പലതും സംഭവിച്ചു പോയെങ്കിലും, കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോടൊരു വാക്ക് പറയുകയാണ്. ഞാൻ നിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. നിൻ്റെ കൃപ വേണം കർത്താവേ, എനിക്ക് തെറ്റുകൂടാത്തൊരു ജീവിതം നയിക്കണം. നിങ്ങൾക്ക് പറയാം, ഇത് ദൈവത്തോട് പറയാം, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്നു മുതൽ, കർത്താവേ, ഈ നിമിഷം മുതൽ പാപമില്ലാത്തൊരു ജീവിതം നയിക്കുന്നതിന് സൗഭാഗ്യം ഞാൻ നേടിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതം കളയാനുള്ളതല്ല, ജീവിതം കളഞ്ഞു വിളിക്കാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ B.Ed ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അന്ന് പ്രിൻസിപ്പലായിരുന്നത് സുകുമാർ അഴീക്കോടാണ്. വളരെ വളരെ ശക്തനായ ഒരു നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം, മഹാജ്ഞാനിയായിരുന്നു. അദ്ദേഹം അന്ന് ക്ലാസ്സിൽ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. ജനനമെന്ന 3 അക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്നതല്ല ജീവിതമെന്ന 3 അക്ഷരം.
വളരെ ഹൃദ്യമായൊരു വാക്കായിരുന്നു, ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കായിരുന്നു. ജനനമെന്ന 3 അക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല ജീവിതമെന്ന 3 അക്ഷരം. അദ്ദേഹം പറഞ്ഞു, ജീവിതം ജീവിക്കാനുള്ളതാണ്, ജീവിതം അനേകർക്ക് പ്രയോജനപ്പെടാനുള്ളതാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അദ്ദേഹം മഹാനായ ആ സാഹിത്യകാരൻ, ആ നല്ല അധ്യാപകൻ പറഞ്ഞ വാക്കുകൾ എന്നെ പലപ്പോഴും ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ജീവിതം കളയാനുള്ളതല്ല, ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, ജീവിതം വിലപ്പെട്ടതാണ്. അനീതിക്കും അക്രമത്തിനും അഴിമതിക്കും കൊള്ളരുതായ്മയ്ക്കും വ്യാജത്തിനും ദ്രവ്യാഗ്രഹത്തിനും മോഷണത്തിനും കവർച്ചയ്ക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതം ഭാസുരമായി മുന്നോട്ട് നയിക്കേണ്ടതാണ്, നേരെ ചൊവ്വയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഈ ജീവിതത്തിന് വിലയുണ്ട്, ജീവിതം അർത്ഥവത്താണ്, ജീവിതം മൂല്യവത്താണ്, ജീവിതം വിലയേറിയതാണ്. ഈ ജീവിതം കളയാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. പണത്തിൻ്റെ നിസ്സാരമായ ആകർഷണത്തിൻ്റെ ദൂഷിത വലയത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെടാനുള്ളതല്ല എൻ്റെ ഈ ജീവിതം. നിത്യനായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ചില നല്ല കാര്യങ്ങൾ കർത്താവ് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചില അനുഗ്രഹീതമായ കാര്യങ്ങൾ, ശോഭനമായ കാര്യങ്ങൾ, ലോഫ്റ്റി ഐഡിയൽസ് എന്നെക്കുറിച്ച് കർത്താവിന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ ഉന്നതമായ ആശയങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ കർത്താവ് താല്പര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. സകല കൃപയും തരാൻ കർത്താവ് സന്മനസ്സോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഞാനത് വാങ്ങുന്നില്ല. ഞാൻ വാങ്ങുന്നില്ലെങ്കിൽ നഷ്ടം എനിക്കാണ്, മറ്റാർക്കുമല്ല. യേശുക്രിസ്തു തരുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ കൈ നീട്ടി ഞാൻ വാങ്ങാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി നീട്ടിത്തരുന്നതായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഞാൻ ഏറ്റുവാങ്ങുന്നില്ലെങ്കിൽ അതെനിക്ക് നഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറയ്ക്കും നഷ്ടമാണ്, തലമുറയായി നഷ്ടമായി തീരും. വരരുത്. നാം ഇന്നൊരു തീരുമാനം എടുക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ, പണത്തിനും ലൈംഗികതയ്ക്കും വേണ്ടി കളയാനുള്ളതല്ല എൻ്റെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതം അത് വിലയേറിയതാണ്. അത് താൽക്കാലികമായ ഇമ്പങ്ങൾക്ക് വേണ്ടിയും വെറുക്കുത്തുകൾക്ക് വേണ്ടിയും നശിപ്പിക്കാനുള്ളതല്ല, താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയും രസങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല, താൽക്കാലിക ഭോഗ ലാലസയിൽ രസിക്കാനുള്ളതല്ല. ഈ ലോക ജീവിതം ഇത് വിലപ്പെട്ടതാണ്. കർത്താവെ, ഞാനിതിപ്പോൾ മനസ്സിലാക്കുന്നു. ഇത്രയും കാലം ജീവിതത്തിൻ്റെ മൂല്യം ഞാൻ അറിഞ്ഞില്ല, ജീവിതത്തിൻ്റെ വില ഞാൻ അറിഞ്ഞില്ല. ഞാൻ അല്പം നിസ്സാരമായിട്ടേ അതൊക്കെ കണ്ടുള്ളൂ. ഇന്ന് കർത്താവെ, ഞാനിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, വിലപ്പെട്ടതുപോലെ ഞാൻ നഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയവരുണ്ട്, വിലപ്പെട്ട സമയം, വിലപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെടുത്തിയവരുണ്ട്, വിലപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തിയവരുണ്ട്, വിലപ്പെട്ട ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തിയവരുണ്ട്, വിലപ്പെട്ട ജീവിതത്തിൻ്റെ സാൻമാർഗികത്വത്തിൻ്റെ മേന്മകൾ നഷ്ടപ്പെടുത്തിയവരുണ്ട്. സാൻമാർഗികത്തിൻ്റെ മേന്മകൾ, ദൈവത്തിന് സ്തോത്രം. സദാചാര മൂല്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. സദാചാര മൂല്യങ്ങൾ ഇതെല്ലാം നാം ഉയർത്തിപ്പിടിക്കണം. ഈ ജീവശിഖ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ നമ്മുടെ ആയുസ്സിൻ്റെ ഓട്ടം നാം ഓടി ഓടി തയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ ദൈവശിഖ, അതാണ് കരുത്തിൽ ഏന്തേണ്ടത്. വിശുദ്ധിയുടെ ദൈവശിഖ, അത് കരുത്തിൽ ഏന്തിക്കൊണ്ട് നാം മുന്നോട്ട് പായണം. ദൈവത്തിന് സ്തോത്രം. പരിസരങ്ങളിലേക്ക് വെളിച്ചം പരത്തിക്കൊണ്ട് നാം ഓടണം. പരിസരങ്ങളിലെല്ലാം അന്ധകാരാവൃതമായ പ്രദേശങ്ങളെല്ലാം വെളിച്ചം തൂയി കൊടുത്തുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചം പരത്തിക്കൊണ്ട് നാം മുന്നോട്ട് ഓടണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നാം അവസാനം കണ്ണടയുമ്പോൾ നമുക്ക് സംതൃപ്തിയോടെ കടന്നു പോകാൻ പറ്റും. അതാണ് സെൻറ്റ് പോൾ പറഞ്ഞത്. സെൻറ്റ് പോൾ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എന്തൊരു പ്രത്യാശയാണത്, എന്തൊരു ധൈര്യമാണ്. മരിക്കാൻ പോകുന്നു, അറിയാം ഏതാനും ദിവസത്തിനകം കഴുത്ത് വെട്ടുമെന്ന്. റോമൻ പടയാളികൾ വന്ന് ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി കഴുത്ത് വെട്ടി വീഴിക്കുമെന്നറിയാം, സംഭവിക്കാൻ പോകുന്നറിയാം. ഞാനിതാ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ എൻ്റെ നിര്യാണകാലം അടുത്തു. അപ്പോസ്തലൻ പറയുകയാണ് അവസാനത്തെ ലേഖനത്തിൽ, തീമോഥെയോസ് എഴുതിയ അവസാനത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ, 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. ഒരവസരത്തിൽ സെൻറ്റ് പോൾ ആസിയയിലെ മൂപ്പന്മാരോട്, ആസിയയിലെ കശീശന്മാരോട് സംസാരിക്കുന്ന സമയത്ത് സെൻറ്റ് പോൾ പറയുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. ആത്മാവിനെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഐ എം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റിബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്നെ അനിരോധ്യമായി, അപ്രതിരോധ്യമായി എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. തടുക്കാനാവാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. എല്ലാ മൂപ്പന്മാരും കശീശന്മാരെല്ലാവരും നോക്കിയിരിക്കുകയാണ്. അവിടെയുള്ള ശുശ്രൂഷക്കാരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. അനുഗ്രഹീതരായ ദൈവമക്കളുടെ നേതാക്കന്മാരായിരിക്കുന്ന ദൈവമക്കളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സിൽ, ആസിയയിലെ ആ സദസ്സിൽ വെച്ച് അപ്പോസ്തലൻ പറയുകയാണ്, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. എന്നെ ബന്ധിച്ചുകൊണ്ട് പോകുന്നത് പരിശുദ്ധാത്മാവാണ്, എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ്.
ഐ ആം ഡ്രോൺ ഔട്ട് ഇറസിസ്റ്റബിളി ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്നെ അത്യന്തം തടുക്കാനാവാത്ത വിധം ശക്തിയോടെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. സ്തോത്രം! എന്തൊരു തേജയോടെ പറയുന്നത്. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായി പോകുന്നു, പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ബന്ധനങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ കഷ്ടങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാം. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. സ്തോത്രം! എന്തൊരു ശക്തമാണത്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്ക് ബന്ധനങ്ങളുണ്ടാകും, എനിക്ക് കഷ്ടങ്ങളുണ്ടാകും, പക്ഷേ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം! എത്ര വ്യക്തമാണ് ആ വാക്കുകൾ, എത്ര വ്യക്തമാണ് ആ ജീവിത സരണി. വ്യക്തമാണ്, മുന്നോട്ട് പോകുകയാണ്. ബന്ധനങ്ങൾ കഷ്ടങ്ങൾ എനിക്ക് വരുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടം തേക്കണം, എൻ്റെ ശുശ്രൂഷ തേക്കണം, ഇതേ ഉള്ളൂ, വേറെ ഉദ്ദേശമില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം! എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ, എനിക്കെൻ്റെ ഓട്ടം തേക്കണം, വിശുദ്ധിയോടെ ഓട്ടം തേക്കണം, വിശ്വാസത്തോടെ ഓട്ടം തേക്കണം, വിശ്വസ്തയോടെ ഓട്ടം തേക്കണം. ഒരു കറ പറ്റിയ പണം എൻ്റെ കയ്യിലുണ്ടാകരുത്. കർത്താവേ, തെറ്റ് പറ്റിയ പണം എൻ്റെ കയ്യിലുണ്ടാകരുത്. അന്യായമായി സമ്പാദിച്ച പണം എൻ്റെ കയ്യിലുണ്ടാകരുത്. അന്യൻ്റേത് മോഷ്ടിച്ചെടുത്ത പണം എൻ്റെ കയ്യിലുണ്ടാകരുത്. അന്യൻ്റേത് എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ സമ്പാദിച്ച പണം എൻ്റെ കയ്യിലുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം! എൻ്റെ കർത്താവേ, എൻ്റെ കയ്യിലെ പൈസ കറയില്ലാത്തതായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അണുവും ഓരോ പരമാണുവും അശുദ്ധി പറ്റാത്തതായിരിക്കണം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം! ദൈവമക്കളെ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പരമാണുവും സംശുദ്ധമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം! ഒരു കറപറ്റാത്ത ശരീരം, ഒരു കറപറ്റാത്ത മനസ്സ്, ഒരു കറപറ്റാത്ത ബോധം. ദൈവത്തിന് സ്തോത്രം! എൻ്റെ കോൺഷ്യസ് മൈൻഡ്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്, എൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് പോലും നീ ശുദ്ധീകരിച്ച് തരണം. സ്തോത്രം! എന്താണ് ഈ പറയുന്നത്? എൻ്റെ ബോധം മുഴുവൻ നീ ഒന്ന് ശുദ്ധീകരിച്ച് തരണം. തിരക്തത്താൽ പൊതിഞ്ഞു തരണം. എൻ്റെ തലച്ചോറ് തിരക്തത്താൽ നീ പൊതിഞ്ഞു തരണം. ഈ തലച്ചോറ്, അനേകം ചിന്തകളുള്ള ഈ തലച്ചോറ്, ആകുലങ്ങളുള്ള ഈ തലച്ചോറ്, ആവലാധികളും സങ്കടങ്ങളുള്ള ഈ തലച്ചോറ്, ചില ചീത്ത ഓർമ്മകളുള്ള തലച്ചോറ്, എൻ്റെ കർത്താവേ, ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന ബ്രെയിനല്ല, ആ ഇൻ്റലക്റ്റ്, എൻ്റെ ബുദ്ധിയെ നീ നിന്റെ തിരക്തം കൊണ്ട് പൊതിഞ്ഞു തരണം, തിരക്തത്താൽ പൊതിഞ്ഞു തരണം. എന്നെ നീ കഴുകണം. ദൈവത്തിന് സ്തോത്രം! സഹോദരങ്ങളെ, അതെന്തൊരു ഭാഗ്യമാണെന്നോ. എന്നെ നീ കഴുകണമേ, ഒരു കറയുമില്ലാതെ എന്നെ തീർക്കണമേ. എൻ്റെ മേൽ നിന്റെ ശുദ്ധീകരണത്തിൻ്റെ തിരക്തം തളിക്കണമേ. കർത്താവേ, യൗസേപ്പ് കൃപ ലഭിച്ചവനായി തീർന്നു. വിശുദ്ധിക്ക് ദൈവ കൃപ ലഭിച്ചു, ജീവിത വിശുദ്ധിക്ക് അതിനുള്ള കൃപ ലഭിച്ചു. ഇന്ന് എൻ്റെ കർത്താവേ, ഞാനിതാ നിൻ്റെ സന്നിധിയിലേക്ക് വന്ന് വിശുദ്ധിയുടെ ദീപശിഖ ഏറ്റുവാങ്ങാൻ ഞാനിതാ എൻ്റെ അശുദ്ധമായ കൈകൾ നീട്ടുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഒരു നോട്ടം പതിഞ്ഞാൽ മതി, ഈ കൈകൾ ശുദ്ധമാകും. ഈ അഴുക്ക് പറ്റിയ കാര്യങ്ങൾ ശുദ്ധമാകും. നീ ഒന്ന് നോക്കിയാൽ മതി. കർത്താവേ, നിൻ്റെ ആ സ്നേഹമസൃണമായ നോട്ടം കൊണ്ട് എൻ്റെ കൈകൾ വിശുദ്ധമാകും. യേശുവേ, നിൻ്റെ തൃക്കരം എൻ്റെ കരുത്തിൽ തൊടുമ്പോഴേക്കും കൈകൾ പരിശുദ്ധമായി തീരും. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ ഞാൻ എളിമയോടെ തിരുമുമ്പാകെ വരികയാണ്. എൻ്റെ ആയുസ്സിൻ്റെ കയ്യിലേക്ക് തരികയാണ്. നിനക്കെന്നെ തൊടാം കർത്താവേ, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നിനക്കെന്നെ പിടിക്കാം നാഥാ, ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നിനക്കെന്നെ ഉയർത്താം, ഞാൻ നിനതാ വിട്ടു തന്നിരിക്കുന്നു. കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടി എന്നെ കൊണ്ടുപോകാം, ഞാനിതാ വിട്ടു തന്നിരിക്കുന്നു. എനിക്ക് സ്വന്തമായി പ്ലാനില്ല, സ്വന്തമായി പദ്ധതിയില്ല, സ്വന്തമായി താല്പര്യമില്ല, സ്വന്തമായി ആത്മീയം പോലുമില്ല, സ്വന്തമായി ശുശ്രൂഷയുമില്ല. എല്ലാം യേശുവേ നിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം! ഈ സമർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് വരാമോ? എങ്കിലിതാ യേശു നിങ്ങൾ വന്ന് കൃപയാൽ പൊതിയും. യേശുവിൻ്റെ തിരക്തം നിങ്ങളുടെ മേൽ തളിക്കും. യേശുവിൻ്റെ തിരക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ തിരക്തം നിങ്ങളെ അനുഗ്രഹിക്കും. ആ തിരക്തത്താൽ കഴുകപ്പെട്ടവരായി നിങ്ങൾ ഇന്ന് അനുഗ്രഹീതമായ ഒരു പുത്തൻ അനുഭവത്തിലേക്ക് കടന്നു വരും. നിങ്ങളെ ദൈവം അത്ഭുതകരമായി നടത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ അത്ഭുത വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ശുദ്ധീകരിക്കുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ വാക്കുകളെ കേട്ട എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവിന് തൃക്കരം നീട്ടി ആശീർവദിക്കണമേ. തിരക്തത്താൽ കഴുകണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.